ED പല ആളുകളെയും വെച്ച് ചോദ്യം ചെയ്തു, സാക്ഷ്യമായി രേഖപ്പെടുത്തി. വിവേക് കിരണിന്റെ ഓഫീസുമായി അന്നത്തെ അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹം പിന്നെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കുമായിട്ട് ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അവിടെ ജോലി, എന്താണ് കാര്യങ്ങൾ, ആരാണ് ഫണ്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അന്ന് ഒരു വലിയ വ്യവസായിയുടെ പേര് ആ കാര്യത്തിൽ ഉയർന്നു വരികയും ആ വ്യവസായിയുടെ പേര് മാധ്യമങ്ങൾ ഒന്നും തന്നെ പുറത്തു പറയാതിരിക്കുകയും പിന്നീട് ആ വ്യവസായിക്ക് ED നോട്ടീസ് അയക്കുകയും പിന്നീട് ആ നോട്ടീസ് എങ്ങോട്ട് പോയി എന്ന് നമുക്കറിയില്ല. ഇതൊക്കെ സംഭവിച്ചത് എപ്പോഴാണ്? ഈ മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അത്ഭുതം അതൊന്നുമല്ല. മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ട് ഈ ED കേസ് പിന്നീട് എന്തായി? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ED അയച്ച ഈ സമൻസ് സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ്, തിരുവനന്തപുരം എന്ന അഡ്രസ്സിലാണ് അയച്ചത്. അന്ന് എനിക്ക് തോന്നുന്നു 2023 ഫെബ്രുവരി മാസത്തിൽ ഒരു ദിവസം, കൃത്യമായ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, കൃത്യം 10:30, അതായത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത അന്നേ ദിവസം കൃത്യം 10:30 ED ഓഫീസിൽ ഹാജരാകാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്. പിന്നീട് ആ കേസ് എവിടേക്കും പിന്നെ എവിടേക്കും എത്തിയിട്ടില്ല.